നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കിയേ. എനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണം. ഞാൻ കല്യാണം കഴിഞ്ഞൊരു സ്ത്രീയാണ്. എനിക്ക് 2 മക്കളുണ്ട്. ഡൈവേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ ഫാമിലിയിൽ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. നല്ല കഷ്ടപ്പെട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് തനിയെ പോയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതിനിടയിലേക്ക് ഒരാൾ വന്ന് കയറി. ആളോട് ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുറകിൽ നടന്ന് എന്നെ ശല്യം ചെയ്ത് അതിലേക്ക് വലിച്ചഴിച്ച് ഞങ്ങൾ തമ്മിൽ പിന്നെ സ്നേഹത്തിലായി. എല്ലാ തരത്തിലും എനിക്കെല്ലാം നഷ്ടമായി. എൻ്റെ ഫാമിലി എല്ലാം നഷ്ടമായി. ഫാമിലി, മക്കള്, മാനം, അഭിമാനം എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അവൻ ഇറങ്ങിപ്പോയത്. എന്നെപ്പോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. കാരണം ഡൈവേഴ്സിലായിട്ട് നിൽക്കുന്നവരും ഭർത്താക്കന്മാർ മരിച്ചു നിൽക്കുന്ന സ്ത്രീകളും ഒരുപാട് പേരെ പുറകെ നടന്ന് ശല്യം ചെയ്തിട്ട് അവരുടെ മാനവും അഭിമാനം എല്ലാം കളഞ്ഞിട്ട് പോകുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. എന്നെപ്പോലെ ഒരവസ്ഥ ഇനി ഒരു സ്ത്രീകൾക്ക് ഉണ്ടാകില്ല. ഇത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എന്നെ പോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ ആരും മാനവാഭിമാനത്തെ പറയുന്നു, ആരും ഒന്നും പറയില്ല. പക്ഷെ മരണത്തിന് മുമ്പിൽ കണ്ടിട്ടും ഞാൻ അതിൽ നിന്നെല്ലാം തിരിച്ചു കയറാൻ വേണ്ടി രക്ഷപ്പെടാൻ നോക്കുവാണ്. പക്ഷെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷകളും ഉണ്ടായിരുന്ന മാനവാഭിമാനം എല്ലാം പോയി. ഇനി എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിട്ടാണ് ആ മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് ഒരു സ്ത്രീകൾക്കും ഇതുപോലൊരവസ്ഥ വരല്ലേ. അതാണ് ഞാൻ പറഞ്ഞത് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചത്. എത്ര വിദഗ്ധമായിട്ടാണ് ചിലരൊക്കെ ചില മനുഷ്യന്മാരുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ പോലും ആരുമില്ലാത്ത അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. കാലം കണക്കി ഒതുക്കാതൊന്നും കടന്നു പോയിട്ടില്ല. ഇതിനേക്കാൾ മോശം അവസ്ഥയിൽ നാളെ നിങ്ങൾ വരും. അന്ന് മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ വില മനസ്സിലാവത്തുള്ളൂ.